ദേവസ്വം ബോർഡിൻ്റെ ഭരണം കൂടുതൽ സുതാര്യവും സിസ്റ്റംസ് കുറച്ചുകൂടെ റോബസ്റ്റും ആവണം. ഇതിനേക്കാൾ സങ്കീർണമായ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളില്ലേ? ഇപ്പോൾ ബാങ്ക്, സ്വർണ്ണ കച്ചവടം നടത്തുന്ന വ്യാപാരികൾ. ഞാൻ എപ്പോഴും ആലോചിക്കും, കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണം ഇങ്ങനെ അലമാരയ്ക്ക് വെച്ചുകൊണ്ട് ഇവരെങ്ങനെയാണ് ഇത് വിൽക്കുന്നത്? ആളുകൾ ഇങ്ങനെ ഇരച്ച് കയറുന്നു, ആളുകളെ സ്വർണ്ണം എടുത്ത് കാണിക്കുന്നില്ലേ? അവിടെ നിന്നൊന്നും മോഷണം പോകുന്നില്ലല്ലോ. ഒരു സ്വർണ്ണക്കടയിൽ എന്തെങ്കിലും മോഷണം പോകുന്നുണ്ടോ? ബിക്കോസ് ദ സിസ്റ്റംസ് ആർ ട്യൂൺഡ് ഫോർ ദ വേഴ്സ്റ്റ് പോസിബിലിറ്റി. ഏറ്റവും മോശമായ ഒരു പോസിബിലിറ്റിയെ മുന്നിൽ കണ്ടുകൊണ്ട് സിസ്റ്റംസ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അല്ലേ ഈ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കടയിൽ കയറുമ്പോൾ എനിക്ക് അത്ഭുതമുണ്ട്, ഇവൻ എങ്ങനെയാണ് ധൈര്യമായിട്ട് ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ആരെല്ലാം തരത്തിലുള്ള ആളുകൾ വരും, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. മുകളിലെടുത്ത് വെച്ച സ്വർണം അടിയിൽ വെച്ചോ ഇല്ലയോ അതവിടെ കിടന്നു, അതിനൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഞാൻ സ്വർണ്ണക്കട പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു അതുപോലെ തന്നെ ബാങ്കുകൾ, കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നു, ഒരു പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ട്? ആ സിസ്റ്റംസാണ്. അവർ ചെയ്യേണ്ട ജോലിയുടെ വ്യാപ്തിയും ആ വ്യാപ്തിക്കനുസരിച്ചുള്ള റോബസ്റ്റ് സിസ്റ്റംസ് ഇല്ലെങ്കിൽ ലീക്കേജ് വരും. ഈ മിസ്മാച്ചാണ് ശബരിമലയിൽ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.